പി സി വിശ്വനാഥ്, ഗുഡ് മോർണിംഗ്. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയുടെ ചുമതല ഉള്ള മന്ത്രിയാണ്. എങ്ങനെയൊക്കെയാണ് ഏകോപനം നിലവിലുള്ളത്? ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി ശക്തമായ മഴ വരുന്നതിനെ എങ്ങനെ നേരിടാനാണ് സജ്ജമായിരിക്കുന്നത്? ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയിലൊരു കനത്ത മഴയൊന്നും ഉണ്ടായില്ല. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വലിയ തോതിൽ ഇവിടെ മഴ പെയ്യുന്നില്ല. ഇപ്പം ഞാൻ ആറന്മുളയിലാണുള്ളത്. തിരുവല്ലയിലും റാന്നിയിലും ഒന്നും വലിയ തോതിലൊരു മഴ ഉള്ളതായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അതേസമയം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ ആ കിഴക്കുന്നുള്ള വെള്ളം ഇറങ്ങി താഴോട്ട് വരുന്നതിനൊരു സമയം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയം എന്ന നിലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇങ്ങോട്ട് ആറന്മുളയാണെങ്കിലും ചെങ്ങന്നൂരിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളും തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിൽ സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിലാണ്, ഇന്നലെയൊക്കെയാണ് കാര്യമായ വെള്ളം കയറി തുടങ്ങിയത്. അപ്പോൾ അവിടെ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകളെ നമ്മൾ എത്തിക്കുന്നുണ്ട്, റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആ ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ചില ക്യാമ്പുകൾ തന്നെ ഇപ്പം നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് തുടങ്ങിയ ചില സ്കൂളുകൾ ക്യാമ്പുകൾ തന്നെ ഇപ്പോൾ അവിടെയും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ അവിടുന്ന് മാറ്റി ഇപ്പോൾ ചാത്തങ്കരിയിലൊക്കെ ഉള്ള ചില ക്യാമ്പുകൾ ഇന്ന് രാവിലെ തിരുവല്ല ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ക്യാമ്പിൽ കൂടുതലായ ആളുകൾ എത്തുന്നുണ്ട്. ക്യാമ്പുകളിൽ തന്നെ ആദ്യ ദിവസങ്ങളിലെ ക്യാമ്പായി ആരംഭിച്ച സ്കൂളുകളിൽ തന്നെ വെള്ളം കയറുമ്പോൾ ക്യാമ്പ് തന്നെ മൊത്തത്തിൽ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏകോപനവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം നിലവിൽ വളരെ ശക്തമാണ്. വെളിച്ചം, വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല തുടങ്ങി പലതും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒന്നാമത് നമ്മുടെ ഒരു ജില്ല തന്നെ 31ൻ്റെ വലിയ മഴ ഉണ്ടായി. ഇവിടെ വൈദ്യുതി പൂർണ്ണമായും പോയി അത് പുനഃസ്ഥാപിച്ച് വരുന്നതേ ഉള്ളൂ പല സ്ഥലങ്ങളിലായിട്ട്. അപ്പം ടൗണുകളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ക്യാമ്പിലേക്കും ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ആ നിലയിൽ എല്ലായിടത്തും എല്ലാം എത്തിക്കുന്നുണ്ട്. ചില 1-2 സ്ഥലങ്ങളിൽ അല്പം ഒന്ന് വൈകുകയോ അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് തുടങ്ങുന്ന ഒരു ക്യാമ്പിൽ ജനറേറ്റർ എത്താൻ ഒരു കുറച്ച് സമയം എടുക്കുകയോ ഒക്കെ ചെയ്ത കാര്യങ്ങളെയാണ്. ഇത്രയും 100-ലധികം ക്യാമ്പുകൾ നല്ല നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ 1-2 സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ ആണ് ഇങ്ങനെ. അത് മുമ്പൊന്നും അത്തരം സന്ദർഭങ്ങളിലൊന്നും അതിനെ രാഷ്ട്രീയ ആക്ഷേപമായിട്ട് എടുത്ത് പറഞ്ഞ് ആളുകൾ റോഡിലിറങ്ങി ഇങ്ങനെ വിമർശനം പറയുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി നമ്മളങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് ഡേ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് രാഷ്ട്രീയ ആക്ഷേപങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും പറയുന്ന സാഹചര്യമാണുള്ളത്. അതല്ലാതെ നമ്മളെല്ലാ വില്ലേജ് ഓഫീസർമാർക്കും ക്യാമ്പ് ഓഫീസർമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിലേക്ക് ഇപ്പോൾ സന്നദ്ധ സംഘടനകളുടെയൊക്കെ കാര്യങ്ങളും സഹായങ്ങളൊക്കെ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ലോക്കൽ പർച്ചേസ് ചെയ്ത് ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. അതിന് എത്ര തുകയാവുകയാണെങ്കിലും പണം ഒരു പ്രശ്നമല്ല, ഗവൺമെൻറ് നൽകുമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല. 1-2 സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് ഉണ്ടായതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എല്ലാവരും, എല്ലാ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ സംഘടനകളും ഗവൺമെൻറ്റിനോടൊപ്പം ഈ ക്യാമ്പുകളുടെ നല്ല നടത്തിപ്പിന് വേണ്ടി പഞ്ചായത്ത് മെമ്പർമാർ വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവരാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാം ഒരു പാർട്ടിയൊന്നുമല്ല, അതിലെല്ലാ പാർട്ടിയിലും പെട്ട പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. അവരെല്ലാം ഈ ദിവസങ്ങളിൽ സർക്കാർ സംവിധാനത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്, എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ച്. ഞാൻ ഈ ദിവസങ്ങളിൽ ആ ദിവസം മുതൽ ഇവിടെയുള്ള ഒരാളാണ്. ഞാൻ കാണുന്നത് അതാണ്. ശരി, വളരെ നന്ദി ശ്രീ പി സി വിശ്വനാഥ്. ഒപ്പം ചേർന്നതിന് ഈ തിരക്കിനിടയിലും ഏകോപനവുമായി ബന്ധപ്പെട്ട ചുമതല, ജില്ലയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രീ പി സി വിശ്വനാഥിനെയാണ്. അദ്ദേഹമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.